ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഗ്രാഫിക് ഡിസൈനിങ്. ഗ്രാഫിക് ഡിസൈനിങ് എന്താണ്? ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ പലപ്പോഴായിട്ടും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് എന്താണ് ഗ്രാഫിക് ഡിസൈനിങ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വിഷ്വൽ എലമെന്റ്സ് യൂസ് ചെയ്തിട്ട്, വിഷ്വൽ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജസ് ആവാം, കളേഴ്സ്, ടൈപ്പോഗ്രാഫീസ്, ഷേപ്സ് തുടങ്ങിയ ഗ്രാഫിക്കൽ എലമെന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു കാര്യം, ഒരു പാർട്ടിക്കുലർ മെസ്സേജിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പോസ്റ്റർ കണ്ടു. ആ ഒരു പോസ്റ്റർ ഒരു ഗ്രാൻഡ് ഓപ്പണിങ്ങിൻ്റെ പോസ്റ്റർ. ആ ഒരു ഗ്രാൻഡ് ഓപ്പണിങ്ങിൻ്റെ പോസ്റ്ററിൽ എന്തൊക്കെ ഉണ്ടാകും? ഗ്രാൻഡ് ഓപ്പണിങ്, ആ ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ്, ലോഗോ ഡീറ്റെയിൽസ്, കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, ആര് ഇനോഗ്രേഷൻ ചെയ്യുന്നു, എപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു, ഇനോഗ്രേഷൻ ചെയ്യുന്നു, എവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നു തുടങ്ങിയ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് ഉണ്ടാക്കിയ ഒരാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്ന ഒരു ടാർഗറ്റ് ഓഡിയൻസിന് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. അതായത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം. ഇത്ര സമയത്ത് ഇന്ന നേരത്ത് ഇന്ന ആളാൽ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു. സോ അത് അതിൻ്റെ ഓഡിയൻസിനെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ആ ഒരു ഡിസൈനറുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ, അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ ഒരു ഡിസൈൻ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഡിസൈനറുടെ പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കൃത്യമായിട്ട് ആളുകൾക്ക് വർക്കായി കഴിഞ്ഞാൽ ആ ഡിസൈനെ നമ്മൾ ഗുഡ് ഡിസൈൻ എന്നും, അത് വർക്കായില്ലെങ്കിൽ ആ ഡിസൈനെ നമ്മൾ ബാഡ് ഡിസൈൻ എന്നും പറയും. സോ ഇനി നമ്മൾ അറിയേണ്ടത്, ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നവർക്ക് ഡ്രോയിങ് സ്കില്ല് വേണമെന്ന് പലരും ഇതാക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ഡ്രോയിങ് സ്കില്ലുള്ള ഒരാളുകൾക്ക് അതൊന്ന് ഡിജിറ്റൽ വേർഷനിലോട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഗ്രാഫിക് ഡിസൈൻ എന്ന് ഇന്നും വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ ഡ്രോയിങ് സ്കില്ല് വേണ്ട. ഇപ്പോൾ ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. ഓൾമോസ്റ്റ് ഒരു 2 years ആയിട്ട് ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് വരികയാണ്. സോ ഇന്നേ വരെ എനിക്ക് ഡ്രോയിങ് സ്കില്ല് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഈ ഒരു ഫീൽഡിൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, സോ ഡ്രോയിങ് സ്കില്ലുള്ളവർക്ക് മാത്രമേ ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിലോട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവാണ്. അതായത് ഡ്രോയിങ് സ്കിൽ ആവശ്യമായിട്ടുള്ളൊരു ഏരിയ ഉണ്ടാവാം. ഡ്രോയിങ് സ്കിൽ ആവശ്യമായിട്ടുള്ള, അതായത് ഡിജിറ്റൽ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഡ്രോയിങ് സ്കിൽ ഉണ്ടാകുമ്പോൾ ബെറ്റർ ആയിരിക്കാം, ബെറ്റർ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഡ്രോയിങ് സ്കിൽ ഉള്ളവർക്ക്. ബട്ട് അതില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് ആവാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിന് പഠിക്കേണ്ടതായിട്ടുള്ള സോഫ്റ്റ്വെയർസ് പറഞ്ഞുതരാം. 3 സോഫ്റ്റ്വെയർ ആണ് മെയിൻലി ഇന്ന് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ട് പല ഗ്രാഫിക് ഡിസൈനേഴ്സും ഫോളോ ചെയ്ത് പോരുന്നത്. ഗ്രാഫിക് ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ ഒരു 3 സോഫ്റ്റ്വെയർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോബി ഫോട്ടോഷോപ്പ്, അഡോബി ഇല്ലുസ്ട്രേറ്റർ, അഡോബി ഇൻഡിസൈൻ. ഈ ഒരു 3 സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, പലരും കേൾക്കാത്തവരും ഉണ്ടാവും. ഇത് 3ഉം ഒരേ കമ്പനിയുടെ കീഴിൽ വരുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ ബേസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ബട്ട് ഇതിൽ ഏത് ആദ്യം പഠിക്കണം എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അഡോബി ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നതാണ് ഒട്ടുമിക്ക ഡിസൈനേഴ്സും ആദ്യം പഠിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഞാനടക്കമുള്ള ഡിസൈനേഴ്സും ആദ്യം പഠിച്ചിട്ടുള്ളത് അഡോബി ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതായിട്ടുള്ള സോഫ്റ്റ്വെയർ. നിങ്ങൾ ആദ്യം അഡോബി ഫോട്ടോഷോപ്പ് പഠിക്കാം, എന്നിട്ട് നിങ്ങൾ അഡോബി ഇല്ലുസ്ട്രേറ്റർ പഠിക്കാം, എന്നിട്ട് നിങ്ങൾ അഡോബി ഇൻഡിസൈൻ പഠിച്ചാൽ മതി. ഓക്കെ, അഡോബി ഫോട്ടോഷോപ്പ് എന്തിനു വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള എഡിറ്റിങ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡ്രോയിങ്, സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് അഡോബി ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇമേജസ് കട്ട് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, കളർ ഗൈഡ് ചെയ്യാം, പല ഇമേജസുമായിട്ട് കൂട്ടിയിട്ട് പലതരം ക്രിയേറ്റീവ്സ് ഉണ്ടാക്കാം, മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ്സ്, പോസ്റ്റർ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്ലക്സ് കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും, ഫ്ലയർ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, ബിസിനസ് കാർഡ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമേ അഡോബി ഫോട്ടോഷോപ്പിന് എടുത്തുള്ളൂ. സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ്സിന്, അതായത് നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോബി ഫോട്ടോഷോപ്പാണ്. ഇനി രണ്ടാമത്തെ സോഫ്റ്റ്വെയർ ആണ് അഡോബി ഇല്ലുസ്ട്രേറ്റർ. ഇത് എന്ത് ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇമേജ് ബേസ്ഡ് സോഫ്റ്റ്വെയർ അല്ല. അതായത് നിങ്ങൾക്ക് ഇതിലോട്ടൊരു ഇമേജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ കട്ട് ചെയ്യാനോ പറ്റും, ബട്ട് ഫോട്ടോഷോപ്പ് പോലെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ല. കട്ട് ചെയ്യാനൊരു മാർഗ്ഗമുണ്ട്, അതൊരു കുരുട്ടുവിദ്യയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് എന്ത് വെച്ചിട്ടുള്ള ഒരു വെക്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ് ഇല്ലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞത്. അതായത് കൂടുതലും പ്രിന്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ, ലോഗോ വർക്കുകൾ, ബ്രാൻഡിങ് വർക്കുകൾ, മൾട്ടിപ്പിൾ പേജസ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻലി ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ വെച്ച് നമുക്ക് ഫ്ലക്സ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാം, ഫ്ലയേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, ബിസിനസ് കാർഡ്, അങ്ങനത്തെ പ്രിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഔട്ട് വേണ്ടതായിട്ടുള്ള റിസൾട്ട്, അതായത് നമ്മൾ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി ലോസ് ഒന്നും വരാത്ത രീതിയിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബി ഇല്ലുസ്ട്രേറ്റർ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഗോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷേപ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് അല്ലെങ്കിൽ ടെക്സ്റ്റ്, അങ്ങനത്തെ എലമെന്റ്സ് കാര്യങ്ങളൊക്കെ, വെക്ടർ എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലോഗോ ഒരു
ഇമേജ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ട്. കൂടുതൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ അത് പിക്സലേറ്റഡ് ആയിട്ട് പോകും, അത് പൊട്ടിപ്പോകും. എന്നാൽ ഇതുപോലെ വെക്ടർ ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കുകൾ, അതായത് ഇപ്പോൾ ഒരു ലോഗോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലെക്സ് ബോർഡിൽ, വലിയ ഫ്ലെക്സ് ബോർഡിൽ നമുക്ക് ഒരു കമ്പനിയുടെ ലോഗോ യൂസ് ചെയ്യേണ്ടി വരും, ചെറിയ ബിസിനസ് കാർഡിൽ യൂസ് ചെയ്യേണ്ടി വരും, ഒരു മീഡിയം സൈസ് സൈൻ ബോർഡിൽ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഏത് രീതിയിലോട്ട് വലുതാക്കിയാലും ചെറുതാക്കിയാലും ആ ഒരു ലോഗോന്റെ ക്വാളിറ്റിക്കോ ക്ലാരിറ്റിക്കോ യാതൊരു വിധം ഡിഫറൻറ്റും വരാത്ത രീതിയിൽ നിങ്ങൾക്ക് വെക്ടർ ഷേപ്സും വെക്ടർ എലമെന്റ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഈ സെയിം സാധനം നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ്. എന്നാൽ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുന്ന ഇമേജ് എഡിറ്റിംഗ്, ഫോട്ടോഷോപ്പിൽ നമുക്ക് ഇമേജസ് കൊണ്ടുവന്ന് വേറെ ഇമേജസിനെ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പലതരം ക്രിയേറ്റീവ്സ് കാര്യങ്ങൾ ഉണ്ടാക്കാം, കളർ ഗ്രേഡ് ചെയ്യാം. അത്തരം സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെയും വർക്കാവില്ല. സോ പല ഡിസൈനേഴ്സും ഈ രണ്ട് പ്ലാറ്റ്ഫോംസും അല്ലെങ്കിൽ ഈ രണ്ട് സോഫ്റ്റ്വെയർസും മിക്സ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പല ക്രിയേറ്റീവ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇമേജ് എഡിറ്റ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് രണ്ടും ലിങ്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഷേപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും. ഇമേജ് പരമായിട്ടുള്ള സാധനങ്ങൾ ഇതിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് എഡിറ്റിംഗ് ഫോട്ടോഷോപ്പ് എന്ന് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫോട്ടോഷോപ്പിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് ഇമേജ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ മിക്സ്ഡ് ആയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അതിനെ പറ്റിയൊക്കെ നമ്മൾ വൈഡായിട്ട് പഠിക്കാനുണ്ട്. ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. സോ ഇവിടെ നമ്മൾ ബേസ് മാത്രം പറയാണ്. ഓക്കെ, സോ ഇതാണ് ആ ഫസ്റ്റത്തെ രണ്ട് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ഇനി മൂന്നാമതൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അഡോബി ഇൻഡിസൈൻ. ഈ ഇൻഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഔട്ട് ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകൾക്ക്, അതായത് ഒരു മാഗസിൻസ്, ബുക്ക് വർക്കുകൾക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേജസ്, ഒരുപാട് പേജസ് വരുന്ന PDF വർക്കുകൾക്ക്, ഇതിനൊക്കെ നമ്മൾ ഒരുപാട് ടെക്സ്റ്റും ഒരുപാട് ഡീറ്റെയിൽസും അങ്ങനത്തെ ലേഔട്ട് ബേസ്ഡ് സാധനങ്ങളാണ്. ഇപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഓരോ സാധനങ്ങളും ഇങ്ങനെ നമുക്ക് വായിക്കാൻ നല്ല രീതിയിൽ റീഡബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഓരോ ടെക്സ്റ്റും ഓരോ ഫോണ്ടും കൃത്യമായിട്ട് അടുക്കി ഒതുക്കി അതിന്റെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് വെൽ അലൈൻമെന്റ് വെൽ ലേഔട്ടിലായിരിക്കും അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ബ്രോഷേഴ്സ് അല്ലെങ്കിൽ കമ്പനി പ്രൊഫൈൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ലേഔട്ട് പക്ക ലേഔട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ടാവും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റും കാര്യങ്ങളൊന്നും പോകാത്ത രീതിയിൽ വെൽ അലൈൻഡ് ആയിട്ട് ലേഔട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സാധനങ്ങളാക്കിയിട്ടുണ്ടാവും. അത്തരം വർക്കുകൾ ഇറക്കാൻ വലിയ വലിയ മാഗസിൻസ് കാര്യങ്ങളൊക്കെ അത്തരം വർക്കുകൾ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന മൾട്ടിപ്പിൾ പേജസ് വരുന്ന സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇൻഡിസൈൻ എന്ന് പറയുന്നത്. ഇത് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ല. ബട്ട് ആദ്യം പറഞ്ഞിട്ടുള്ള അഡോബി ഫോട്ടോഷോപ്പ്, അഡോബി ഇല്ലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട സാധനമാണ്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇൻഡിസൈനിൽ ഏറെക്കുറെ കാര്യങ്ങളും നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇത് മൂന്നും ഞാൻ പറഞ്ഞല്ലോ ഒരേ കമ്പനിക്ക് കീഴിൽ വരുന്ന സോഫ്റ്റ്വെയർസ് ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ബേസ് കാര്യങ്ങൾ സെയിം ആണ്. ഒരു സോഫ്റ്റ്വെയർ പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള സോഫ്റ്റ്വെയറിലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒന്നും കൂടി ഈസി ആവും. സോ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അഡോബി ഫോട്ടോഷോപ്പ് ആണ്. ഒട്ടുമിക്ക ഡിസൈനേഴ്സും അത് തന്നെയാണ് പഠിച്ചിട്ടുണ്ടാവുക. അത് പഠിച്ചിട്ട് അതിൽ ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സിമ്പിളായിട്ട് ആദ്യം നമ്മൾ സോഷ്യൽ മീഡിയ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക, സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. നല്ല നല്ല ഡിസൈനേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല നല്ല ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് ആ ഒരു ലെവലിലോട്ട് നമ്മളെ വർക്കും എത്തിക്കാനായിട്ട് നോക്കുക. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഷോപ്പ് നമുക്ക് അടിപൊളിയാവും. അതായത് നമ്മൾ ഫോട്ടോഷോപ്പ് കംപ്ലീറ്റ്ലി മുഴുവനായിട്ട് പഠിച്ചിട്ട് ഇല്ലുസ്ട്രേറ്ററിൽ പോകണമെന്നില്ല. നമുക്ക് ഏകദേശം വർക്ക് ചെയ്യാനുള്ളൊരു നാക്കൊക്കെ എത്തുന്ന വരെ നമ്മൾ ഫോട്ടോഷോപ്പ് പഠിക്കാം. എന്നിട്ട് ഫോട്ടോഷോപ്പൊക്കെ ഓക്കെ ആയി നമ്മൾ സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലയേഴ്സ് കാര്യങ്ങളൊക്കെ പഠിക്കണം, ആ ലോഗോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം, വെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അത്തരം കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇല്ലുസ്ട്രേറ്റർ പഠിക്കാം. ഇല്ലുസ്ട്രേറ്ററിൽ ഇതുപോലെ തന്നെ ലോഗോ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. വെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രോയിങ് ആയാലും അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ടായാലും ഡിജിറ്റൽ ആർട്ടിന്റെ ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഇല്ലുസ്ട്രേറ്ററിന്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ വർക്ക് ആവുന്നത് ഏതൊരു ഇതിലാണ്. ഇനി ഇതന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ ഫോട്ടോഷോപ്പ് VS ഇല്ലുസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ VS ഇൻഡിസൈൻ അല്ലെങ്കിൽ ഇത് മൂന്നും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകും. ഓക്കെ, സോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, നമ്മൾ എല്ലാതും കൂടി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവുന്നുള്ള കാരണം കൊണ്ടാണ് ഇതിൽ പറയാത്തത്. ആൻഡ് ഇനി ഗ്രാഫിക് ഡിസൈനിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കാവുന്ന അല്ലെങ്കിൽ പല ഗ്രാഫിക് ഡിസൈനേഴ്സും ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ച് എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന അല്ലെങ്കിൽ ഒന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് മോഷൻ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് നമ്മളെ സഹായിക്കുന്ന
രണ്ട് സോഫ്റ്റ്വെയർസും കൂടി പരിചയപ്പെടുത്താം. അഡോബി പ്രീമിയർ പ്രോ ആൻഡ് അഡോബി ആഫ്റ്റർ എഫക്ട്സ്. അഡോബി പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമലി കണ്ടുവരുന്ന സിനിമാറ്റിക് വീഡിയോസ്, ട്രാൻസിഷൻസും ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് സിനിമാറ്റിക് വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും കളർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത്തരത്തിലുള്ള സിനിമാറ്റിക് വീഡിയോസും സാധാരണ നോർമലി കണ്ടുവരുന്ന രീതിയിലുള്ള വീഡിയോസ് അതായത് നമ്മളിപ്പോൾ ക്യാപ്കട്ടിലും വിഎനിലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് കുറച്ചും കൂടി ഒരു പ്രോ ലെവലിലോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും. സോ അതാണ് അഡോബി പ്രീമിയർ പ്രോ. ഇനി ആഫ്റ്റർ എഫക്ട്സിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ഒന്ന് കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. ആനിമേഷൻ നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിൽ സ്റ്റില്ലായിട്ട് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. മോശം പോസ്റ്റർ നിങ്ങൾ പല ഫിലിംസിന്റെയും അല്ലെങ്കിൽ പല കമ്പനീസിന്റെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ പലതരത്തിൽ പ്രൊഡക്റ്റ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള മോഷൻ ഗ്രാഫിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ലെയർ ബൈ ലെയർ ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ VFX പല ഫിലിംസ് കാര്യങ്ങളൊക്കെ ഗ്രീൻ സ്ക്രീൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പല VFX കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അത്തരം VFX, മോഷൻ ഗ്രാഫിക്സ്, ആനിമേഷൻസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ആഫ്റ്റർ എഫക്ട്സ്. സോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഠിച്ചെടുക്കാൻ. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരുപാട് റിസോഴ്സസ് കാര്യങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. സോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. വേറൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റിന് റിപ്ലൈ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഷോർട്ടായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.